പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശബരിമല പെരുങ്കൊള്ളക്കേസ് ചോദ്യമുനയിലേക്ക് അടുത്തതായി വരാൻ പോകുന്നത് കടകംപള്ളി സുരേന്ദ്രനാണോ എന്നിടത്ത് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അതാവാൻ തന്നെയാണ് സാധ്യത. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഒരു ഗതിവിഗതികൾ നമ്മൾ പരിശോധിച്ചാൽ ചോദ്യമുനയിലേക്ക് അടുത്ത് വരാൻ പോകുന്നയാൾ കടകംപള്ളി സുരേന്ദ്രനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമുണ്ടാകും എന്ന് തോന്നുന്നില്ല. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് നീളുന്ന ചില ഈ പറഞ്ഞ പോലെ ചില നീഡിൽ ഓഫ് സസ്പീഷ്യൻ അത് ഇപ്പോൾ തന്നെ എ പത്മകുമാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം പൂശുന്ന ഈ നടപടികളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് അതിന്റെ സ്പോൺസറായി തന്നെ ശബരിമലയിൽ നിയമിക്കണം എന്ന കത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം നൽകിയത് അന്ന് ദേവസ്വം മന്ത്രിയായ 2016-21 കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനായിരുന്നു എന്നുള്ളൊരു സൂചന പത്മകുമാർ നൽകിയിട്ടുണ്ട്. പത്മകുമാർ ഇനിയും കൂടുതൽ ശക്തമായ സൂചനകൾ നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ അടുപ്പം സൂചിപ്പിക്കുന്ന പല ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ സംഭാഷണങ്ങളുടെയൊക്കെ ശരീരഭാഷ നമ്മൾ പരിശോധിച്ചാൽ അവർ തമ്മിൽ വളരെ ആഴത്തിൽ ഉള്ള ബന്ധമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യമുനയിലേക്ക് വരും എന്ന് ഏതാണ്ട് തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. അത് CPM ഉണ്ടാക്കാൻ പോകുന്ന പരിക്ക് ചെറുതായിരിക്കില്ല എന്നതും നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു, 2016-21 കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. അതുമാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ നിലവിൽ സംസ്ഥാന സമിതി അംഗമാണ് എന്ന് മാത്രമല്ല കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നുള്ള സിറ്റിംഗ് MLA കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അടുത്ത തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ തന്നെ അവിടെ നിർത്താനുള്ള നീക്കങ്ങളുമായി CPM മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യമുനയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചർച്ച സജീവമായിരിക്കും. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് ദുരൂഹമാണ് എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ്. കടകംപള്ളി സുരേന്ദ്രന് ഈ സ്വർണ്ണക്കൊള്ളയുടെ പങ്ക് ലഭിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാറുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്ന അടുത്ത ബന്ധം, അതിൻ്റെയൊക്കെ ഭാഗമായി ഈ കൊള്ളയുടെ ഒരു പങ്ക് കടകംപള്ളി സുരേന്ദ്രനിൽ എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എനിക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് കടകംപള്ളി സുരേന്ദ്രന്റെ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ അല്ലെങ്കിൽ ഒരു 10 വർഷക്കാലത്തെങ്കിലും അദ്ദേഹം നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്, ഇത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം വിധേയമാക്കിയാൽ ഒരു സംശയവും വേണ്ട, കടകംപള്ളി സുരേന്ദ്രന് ഈ സ്വർണ്ണക്കൊള്ളയിലുള്ള പങ്ക് കൃത്യമായി പുറത്തു വരും എന്ന് തന്നെയാണ് എനിക്ക് പല കോണുകളിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പല ബിസിനസ് സംരംഭങ്ങളിലും കടകംപള്ളി സുരേന്ദ്രന്റെ ബിനാമിയായിട്ടുള്ള പങ്കാളിത്തമുണ്ട് എന്നുള്ള വിവരം ആരോപണമായിട്ടാണെങ്കിലും നിലനിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, എന്നോട് സ്വപ്ന സുരേഷ് ഒരിക്കൽ പറഞ്ഞത്, ഈ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധമുള്ള, അവരെന്നോട് കടകംപള്ളി സുരേന്ദ്രനെ തന്നെയാണ് പറഞ്ഞത്, ബന്ധമുള്ള ഒരു ലാബ് മെഡിക്കൽ ഈ പറഞ്ഞ പോലെ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഉദ്ഘാടനത്തിന് സ്വപ്ന സുരേഷ് പങ്കെടുത്തിരുന്നു എന്ന് അവരെന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ. അവിടെ പങ്കെടുക്കുമ്പോഴാണ് ഇയാൾ വന്നിട്ട് സ്വപ്ന സുരേഷിന്റെ തോളിൽ കൈയിട്ടതും തട്ടിമാറ്റിയതും ഒക്കെ. അപ്പൊ ആ സമയത്ത് തന്നെ ഇയാൾക്കുള്ള ബിസിനസ് ബന്ധങ്ങളെ കുറിച്ച് എന്നോട് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനം ഈ പറഞ്ഞ പോലെ ഈ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് ലാബ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് ഒരുപാട് ശാഖകളുള്ള ഏതോ ഒരു മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് ലാബ് ബിനാമിയായി
ഈ കടകംപള്ളി സുരേന്ദ്രൻ നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണം വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് പിന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ ബിസിനസ് ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ വിശദമായി പരിശോധിച്ചാൽ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഈ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം അത് കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ, കടകംപള്ളി സുരേന്ദ്രൻ ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന സമയത്ത് ഒരു വെളിപ്പെടുത്തൽ നടന്നത് എൻ്റെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു വനിതയുമായി അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ നടത്തുന്ന ഫോൺ സംഭാഷണം അന്ന് പുറത്തു വന്നിരുന്നു. ആ സംഭാഷണത്തിൽ ഈ വനിതയെ കടകംപള്ളി സുരേന്ദ്രൻ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ ദുരുദ്ദേശത്തോടുകൂടിയാണ് എന്നുള്ളത് ഉറപ്പാണല്ലോ. ക്ഷണിക്കുന്നു. അപ്പോൾ അതങ്ങനെ സംസാരിച്ചൊരു ഘട്ടമൊക്കെ വരുമ്പോൾ മഴയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിലും മഴക്കോട്ടുമൊക്കെ ഇട്ട് രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോന്നോളൂ എന്നുള്ള നിലയിലുള്ള ഒരു വനിതയുമായി കടകംപള്ളി സുരേന്ദ്രൻ നടത്തുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു. ആ ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ട് ഇപ്പോൾ വർഷങ്ങളായെങ്കിലും അത് ഇപ്പോഴും യൂട്യൂബിൽ നോക്കിയാൽ കാണാം. ഞാൻ ഒക്കെ അന്ന് വീഡിയോ ചെയ്തിരുന്നതാണ് എൻ്റെ. ആ ഫോൺ സംഭാഷണം നടത്തിയിട്ടുള്ള യുവതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ കേസൊക്കെ ആയിട്ട് പോകാനോ ഒന്നും പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഈ പറഞ്ഞ പോലെ ദുരൂഹമാണ്. കാരണം തനിക്കെതിരെ തെറ്റായിട്ടാണ് ഇങ്ങനെ ഈ സംഭാഷണം ഈ പറഞ്ഞതുപോലെ കൃത്രിമമാണെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം, സ്വീകരിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ ആരോപണം കടകംപള്ളി സുരേന്ദ്രനെതിരെ നിലനിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടകംപള്ളി സുരേന്ദ്രൻ എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് ഈ സ്ത്രീയുമായിട്ടുള്ള ഈ വിഷയം ഒത്തുതീർപ്പിലെത്തിച്ചു എന്ന് ഉള്ളതാണ് അത് സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുള്ള ആരോപണം. അതിന് ഏതോ ഒരാൾ ഇടനില നിന്നുവെന്നും ആ ഇടനില നിന്നയാൾ ഇതിൽ പകുതി പണം ഏതാണ്ട് 50 ലക്ഷം രൂപയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നതെന്നും അതിൽ 25 ലക്ഷം രൂപ ഈ ഇടനില നിന്നയാൾ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്നും ഈ 25 ലക്ഷത്തിൽ ഈ സ്ത്രീ ഏതാണ്ട് ഒരു 10 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തുവെന്നും ബാക്കി 15 ലക്ഷം ഈ സ്ത്രീയുടെ മകന്റെയോ അല്ലെങ്കിൽ എന്തോ ബന്ധുവിന്റെ പേരിൽ കടകംപള്ളിയിലെ ഏതൊരു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള വാർത്തകൾ ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, കടകംപള്ളി സുരേന്ദ്രനുമായി ഇത്തരത്തിൽ ഫോൺ സംഭാഷണം നടത്തിയ ആ സ്ത്രീയുണ്ട്. ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിയമ നടപടിക്കോ ഒന്നിനും കടകംപള്ളി സുരേന്ദ്രൻ ഇതുവരെ പോയിട്ടില്ല. ഈ വിഷയം കടകംപള്ളി സുരേന്ദ്രൻ പണം കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്നുള്ള ആരോപണത്തെയും മൗനം കൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ടിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ലക്ഷങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അത് 50 ലക്ഷം 25 ലക്ഷം എന്ന് പറയുന്നുണ്ട്, 50 ലക്ഷം എന്നും പറയുന്നു. ഈ 50 ലക്ഷം ആയാലും 25 ലക്ഷം ആയാലും അത്രയും വലിയൊരു തുക ഈ വിഷയം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളത് വ്യക്തം. ഇത്രയേറെ പണം കടകംപള്ളി സുരേന്ദ്രൻ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ത്രീയുമായിട്ടുള്ള ഈ വിഷയം സെറ്റിൽ ചെയ്തത് എന്നുള്ള ആരോപണം ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇത്രയേറെ പണം ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ കടകംപള്ളി സുരേന്ദ്രന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നുള്ളത് അന്വേഷണ വിധേയമാക്കണ്ടേ സുഹൃത്തുക്കളെ? ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ താൻ ഇത്രയും രൂപ ചെലവഴിച്ചിട്ടില്ല, താനൊന്നും ചെയ്തിട്ടില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ വലിയ തുക ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള വാദഗതി പൊതുമണ്ഡലത്തിൽ നിൽപ്പുണ്ട്. അതിനെയും കടകംപള്ളി സുരേന്ദ്രൻ എതിർത്തിട്ടില്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയ തുക ഉപയോഗിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ തനിക്കെതിരെ വന്ന ഒരു സ്ത്രീ വിഷയം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം നിൽക്കുന്നു. അതിൽ വലിയൊരു തുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു തുക ഇൻവോൾവ് ആയിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായ തുക എവിടുന്ന് വന്നു, എങ്ങനെ ഇത്രയും തുക കടകംപള്ളി സുരേന്ദ്രനിൽ വന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ സജീവമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, എത്ര പണം സമ്പാദിച്ചിട്ടുണ്ട്, അതെങ്ങനെയൊക്കെയാണ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയാണ്, അതിൻ്റെ സ്രോതസ് എന്താണ് എന്നൊക്കെ ഉള്ള നിലയിലുള്ള അന്വേഷണങ്ങൾ അനിവാര്യമായും നടക്കേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ അന്വേഷണം നടന്നാൽ
കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ പുറത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധം കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ദിശയിലേക്കൊക്കെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തോട് നടത്താനുള്ളത്. അങ്ങനെ പോയാൽ കടകംപള്ളി സുരേന്ദ്രൻ എത്ര സ്വത്തുണ്ടാക്കി, ആ സ്വത്ത് എവിടെ നിന്നാണ് ഉണ്ടായത്, ആ ഉണ്ടായ സ്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം വല്ല പങ്കുവഹിച്ചിട്ടുണ്ടോ, ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരാൻ അത്തരത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു അന്വേഷണം സഹായകരമാകും എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്.